ഒരു ക്ഷാമകാലം വരാൻ പോവുകയാണോ? ഗൾഫ് മേഖലയിലെ യുദ്ധവും ഹോർമൂസ് കടലിടുക്കിലെ ഉപരോധവും കാരണം ഇന്ത്യയിൽ പാചകവാതക ക്ഷാമം ഉണ്ടാകുമോ? കേന്ദ്ര സർക്കാർ പെട്ടെന്ന് എണ്ണ കമ്പനികൾക്ക് നൽകിയ ഒരു നിർദ്ദേശം ഈ സംശയങ്ങൾ വർദ്ധിപ്പിക്കുന്നു. രാജ്യത്ത് കുറഞ്ഞത് 30 ദിവസത്തേക്കുള്ള പാചകവാതക അഥവാ LPG കരുതൽ ശേഖരം അടിയന്തരമായി ഉറപ്പാക്കാനാണ് ഇന്ത്യൻ ഓയിൽ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നീ പൊതുമേഖലാ കമ്പനികളോട് കേന്ദ്ര സർക്കാർ കർശനമായി ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഈ അധിക ശേഖരണത്തിനായിട്ടുള്ള പദ്ധതികൾ കമ്പനികൾ ഇപ്പോൾ തയ്യാറാക്കി വരികയാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധം ആഗോള ഊർജ്ജ വിതരണത്തെ സാരമായി ബാധിച്ചിരിക്കുകയാണ്. ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ള ക്രൂഡ് ഓയിലിന്റെ 40%, പ്രകൃതിവാതകത്തിന്റെ 65%, LPGയുടെ 90% ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് വന്നിരുന്നത്. എന്നാൽ ഹോർമൂസ് ഉപരോധത്തോടെ ഇതിൽ വലിയ തടസ്സം നേരിട്ടു. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള LPG വിതരണത്തിൽ ഈ പ്രതിസന്ധി ഇതിനകം പ്രകടമാണ്. അതേസമയം പരിഭ്രാന്തരാകേണ്ട സാഹചര്യമില്ലെന്നും സർക്കാർ ഉറപ്പു നൽകുന്നുണ്ട്. പ്രതിദിനം 52,000 ടൺ എന്ന റെക്കോർഡ് നിരക്കിലാണ് ഇപ്പോൾ രാജ്യത്തെ LPG ഉൽപാദനം. പെട്രോൾ, ഡീസൽ, ക്രൂഡ് ഓയിൽ എന്നിവയ്ക്കും നിലവിൽ യാതൊരു ക്ഷാമവുമില്ല. കൂടാതെ പേർഷ്യൻ ഗൾഫിൽ കുടുങ്ങിയ 14 ഇന്ത്യൻ കപ്പലുകൾ സുരക്ഷിതമായി രാജ്യത്ത് തിരിച്ചെത്തിയതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഊർജ്ജ സുരക്ഷയ്ക്കായി നോർവേയിൽ നിന്നുള്ള ആദ്യ ഗ്യാസ് ശേഖരവും ഇന്ത്യയിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. ചുരുക്കത്തിൽ നമ്മുടെ അടുക്കളകളിലെ വറുചട്ടി ഉടനെയൊന്നും തണുക്കില്ല എന്ന് സാരം. പശ്ചിമേഷ്യൻ പ്രതിസന്ധി നീളുകയാണെങ്കിൽ നേരിടാനുള്ള ഒരു മുൻകരുതൽ മാത്രമാണ് ഈ 30 ദിവസത്തെ റിസർവ് പ്ലാൻ. എങ്കിലും ഗൾഫിലെ ചൂട് കൂടിയാൽ ഭാവിയിൽ നമ്മുടെ പോക്കറ്റും പൊള്ളാതിരിക്കാൻ വേണ്ടി രാജ്യം ശക്തമായിട്ടുള്ള ബദൽ മാർഗങ്ങൾ തേടേണ്ടതുണ്ട്.